ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്കയും മാങ്ങയും അതുപോലെ പൈനാപ്പിളും ഇതൊക്കെ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ബീച്ചുകളിലും അതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളിതൊക്കെ ഒരുപാട് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി പോകുന്നത് നെല്ലിക്കയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം കേട്ടോ. ഒരു വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല. അത് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെല്ലിക്ക എടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാന്താരി മുളക് ഇത്രയും ആവശ്യമില്ല. ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് നല്ല എരിവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കമ്മിയാക്കിയാൽ മതി. ഒരു 10 ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ നന്നായിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക തിളച്ചതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കതെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് വെള്ളരിക്ക, അതുപോലെ മാങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ പൈനാപ്പിൾ, ഇത്രയും സാധനമാണ് നമ്മൾ, നെല്ലിക്ക ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പൈനാപ്പിൾ ഉപ്പിലിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പൈനാപ്പിളിൽ പഞ്ചസാര മധുരവും അതുപോലെ പുളിപ്പും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം നനയാത്ത ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മുടെ ഈ മുളകൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി അടുത്തത് നമ്മൾ മാങ്ങയാണ് ഉപ്പിലിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ, അത് നീളത്തിൽ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇഞ്ചിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മാങ്ങയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ, ഉപ്പിലിടുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. ഇനി ആ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഓരോ കുപ്പികളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയും വെള്ളരിക്കയും അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഞാൻ ഒന്നിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് 3 നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പൈനാപ്പിളിനും അതുപോലെ നെല്ലിക്കയ്ക്കും നമ്മൾ വേറൊരു മിക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ടത് എല്ലാം ഗ്ലാസ് ജാറിലാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ കഴിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മളൊരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് കാണാം. അങ്ങനെ ഇത് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊന്നും ക്ഷമയില്ല കേട്ടോ, അവരിടയ്ക്കൊക്കെ വരുന്നത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് വായിൽ കപ്പലോടുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഉപ്പിലിട്ട മാങ്ങയും ഇതൊക്കെ കഴിക്കാനായിട്ട്.
അപ്പോൾ ഇതാണ്ട നമ്മുടെ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ്ട നമ്മൾ അടപ്പ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അവിടെ കഴിച്ചു നോക്കാൻ പോകുന്നത് നമ്മുടെ അസുഖക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അസുഖക്കുട്ടി കഴിച്ചിട്ട് കമൻറ്റ് മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് ഇടുമ്പോൾ കുറച്ച് കുറവായിട്ട് ഇടുക. സാധാ പച്ചമുളകാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കാന്താരി മുളകായപ്പോൾ നല്ലൊരു എരിവുണ്ടായിരുന്നു. കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ നമുക്ക്